Hello guys, welcome back to our channel. അപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം ഞാൻ പല്ല് കമ്പിട്ടു. പല്ല് 2 ദിവസത്തെ ഇടണുണ്ട്, മേളിൽ കമ്പിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് താഴ്ത്തുള്ളൂ. അപ്പൊ എനിക്ക് എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പൊ അതാണ് ഒരു ചെറിയ ഗ്യാപ്പ് വന്നത്. അപ്പൊ എനിക്കിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ എന്തോ കൂട്ടുവന്നു. അപ്പൊ അതാണ് കുറച്ച് ഗ്യാപ്പ് എടുത്തത്. ഇതൊക്കെയുണ്ട് വിശേഷം. എല്ലാവരുടെയും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, കോളേജ് കിട്ടിയോ, എന്തൊക്കെയുണ്ട്? എനിക്ക് വീണ്ടും രാജഗിരി തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ തന്നെ ഇനിയിപ്പോൾ എനിക്ക് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല, അത് എടുക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ എൻ്റെ ലൈസൻസിൻ്റെ ഡേറ്റ് കിട്ടി. അപ്പോൾ അതിനു വേണ്ടി മൊത്തം ഒരു കറക്കമാണ്. എല്ലാം ഷെഡ്യൂൾ ചെയ്ത് എടുക്കണം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജും എന്തൊക്കെയാണെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യും. നമുക്ക് അങ്ങാടി ഇങ്ങോട്ട് സംസാരിക്കാമല്ലോ. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇങ്ങനത്തെ കീം റിലേറ്റഡ് കണ്ടന്റ്, കുസാറ്റ് റിലേറ്റഡ് കണ്ടന്റ്, സ്റ്റഡി റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ് മിസ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടാ, കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതായത് ഇപ്പൊ കോളേജിൽ ചേർന്നതിന് ശേഷം ഫീ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഫീസ് റീഫണ്ട് ചെയ്യണേ പറ്റിയൊക്കെ കുറച്ച് മെസ്സേജസ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യണേക്കാളും അതൊരു വീഡിയോ ആയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് കണ്ടന്റ് ആയല്ലോ. അത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ നമ്മൾ സി പോർട്ടലിൽ നമ്മൾ അടച്ച ഫീസ് ഇല്ലേ, അത് നിങ്ങൾക്ക് സീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ട്യൂഷൻ ഫീയിലോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫീസ് അത് അവിടെ എത്തും. അതിന്റെ കാര്യവും അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ സി പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിരിക്കണം. ഞാൻ അത് എങ്ങനെയാണ് നോക്കണേന്ന് കാണിച്ചു തരാം. സി പോർട്ടലിൽ പ്രോസ്പെക്ടസിൽ 84 പേജ് നമ്പറിലാണ് കണ്ട ഫീ റീഫണ്ട് റിലേറ്റഡ് ആയിട്ട്. അതായത് എൻജിനീയറിങ്ങും ഫാർമസിയും ആർക്കിടെക്ചർക്കും സെയിം ആണ്, അതാണ് കൊടുത്തേക്കണം. അപ്പം നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്യുക, എന്തൊക്കെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇപ്പൊ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തു. ഓറിയന്റേഷൻ ക്ലാസ്സിന് മുമ്പാണ് നമ്മള് കോഴ്സ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവരില് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫീസും അവര് റീഫണ്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും തിരിച്ചു തരണം. 1000 രൂപ വരെ മിനിമം അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലാസ് തുടങ്ങണേക്കാളും മുമ്പ്. ഇപ്പൊ നമ്മള് കോഴ്സ് എടുത്ത് ചേർന്ന് കഴിഞ്ഞ് നമ്മൾക്ക് താല്പര്യമില്ല വിഡ്രോ ചെയ്യണമെങ്കിൽ, രണ്ടാമത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കോഴ്സ് എടുത്ത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ സീറ്റിന്റെ പകരം അവർ സീറ്റ് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യണം. 1000 അവർക്ക് പിടിച്ചൊക്കെ ബാക്കി എമൗണ്ട് ഒക്കെ നമുക്ക് റീഫണ്ട് ചെയ്യണം. ഇപ്പൊ വേക്കൻറ്റ് സീറ്റ് ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് റീഫണ്ട് ചെയ്ത് തരണം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മള് നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിയാലും നമ്മുടെ ഡോക്യുമെന്റ്സ് 7 ദിവസം വരെ അവർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. 7 ദിവസത്തിൽ കൂടുതൽ അവർ നമുക്ക് തരാണെങ്കിൽ നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് കംപ്ലൈൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പോവാം. അതുകൊണ്ട് തന്നെ 4 വർഷത്തെയാണ് ബിടെക് ഡിഗ്രി. 4 years ആണ്. 4 yearsലെ ഫീസ് ഒരുമിച്ച് മേടിച്ച് വെക്കാനുള്ള ഇതില്ല. കാരണം ഇപ്പൊ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ച് പൈസ കിട്ടണമല്ലോ. അതിന്റെ ഇതൊന്നും ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിത് എങ്ങനെയാണ് പറയണേന്ന്. ഞാൻ ഇതൊക്കെ നമ്മുടെ സി പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്. പേജ് 84 കൊടുത്തിട്ടുണ്ട്. 256 പേജ് ഉണ്ട്. അതിനകത്ത് 84 ഫീ റീഫണ്ട് റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണേലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫീ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരാവുന്ന. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിലാണ്.